ഹൃദയം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. മെയിൻ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ബിഗ് കംബാക്ക് ഓഫ് നിവിൻ പോളി. നിവിൻ പോളി തകർത്ത് താണ്ടവാടിയൊക്കെയാണ്. ഒരു ഫുൾ മൂവി നിവിൻ പോളിയുടെ കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. ട്രോളർമാർക്കും എല്ലാവർക്കും കൂടെ ഒരു പണി കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ടാൽ മതി, കൊള്ളാം. കൊള്ളാം, നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, കുറച്ച് ലാഗുണ്ട്. കൊള്ളാം. ഗുഡ് മൂവി വൺ ടൈം വാച്ച്. നല്ല പടമായിരുന്നു. നല്ല പടമാണ്, അടിപൊളിയാണ്. നിവിൻ പോളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി തന്നെയാണ് പടം. നിവിൻ പോളി ഒരു രക്ഷയില്ല, പൊളിയാണ്. നിവിൻ പോളി വന്ന് ചിരിച്ച് ചത്തു. ഒരു ഫുൾ മൂവി നിവിൻ പോളിയുടെ കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. മൊത്തത്തിൽ നല്ല പടം. നല്ലതാ, എല്ലാം നല്ലതാ. പടം കൊള്ളാം, കിടിലം പടം. നല്ല സിനിമ. ഇത് സൂപ്പർ ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്. അവർ സിനിമ പറയുന്ന പോലെ ബ്ലോക്ക് ബസ്റ്ററാണ്. അടിപൊളിയായിട്ടുണ്ട്. നിവിൻ്റെ വന്നിട്ട് സിനിമയുടെ ഹൈപ്പ് മാറിപ്പോയി. അടിപൊളി. ഈ ട്രോളർമാർക്കും എല്ലാവർക്കും കൂടെ ഒരു പണി കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ടാൽ മതി, കൊള്ളാം. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടേണ്ട കൂടെയാണ്. എന്ന് വെച്ചാൽ ആ കാലത്ത് ചെന്നൈ കാലഘട്ടം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായിട്ടുണ്ട് കുറച്ചൊക്കെ. എന്തായാലും ഇഷ്ടപ്പെട്ടു പടം. നല്ല ഇതായിരിക്കും, ഹിറ്റടിക്കും ഉറപ്പാണ്. കിടിലം സെറ്റ് പടം ബ്രോ. വിനീത് ശ്രീനിവാസ മാജിക്, ധ്യാൻ, ദിവിൻ, പ്രണവ് എല്ലാം തകർത്ത്. ഒന്നും പറയാല്ല, സെറ്റ് പടം. നല്ല സിനിമയാണ്. നല്ല പടം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കിടിലം. പോളി സാധനം ബ്രോ, അടിപൊളി പടം. പൊളി ബ്രോ പടം. നല്ല സിനിമയായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാലൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ഗസ്റ്റ് റോളിൽ വന്ന് നിവിൻ പോളി കട്ടിച്ച് പൊളിച്ചു. നല്ല സിനിമയായിട്ട്, പൊളി സിനിമ. എല്ലാവരും പോയി കാണും. നല്ല സിനിമയായിരുന്നു. ഉള്ളായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. പിന്നെ ഒത്തിരി ഇഷ്ടപ്പെടും എനിക്ക്. കുറേ വർഷത്തിന് ശേഷമാണ് വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടം വരുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ല പടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫുൾ ഗുഡ് മൂവിയാണ്. നല്ല പടം. കിടിലം പടമാണ്, സൂപ്പർ പടമാണ്. കണ്ടിട്ട് അടിപൊളി പടം, സൂപ്പർ പടം. കൊള്ളായിരുന്നു. നിവിൻ പോളിൻ്റെ ഒരു കംബാക്ക്. കൊള്ളാം. നല്ല പടമാണ്. തിയേറ്റർ കാണാനുള്ള പടം തന്നെ, കിടിലം പടം. നിവിൻ പോളി പൊളിച്ചെടുക്കുക, അടിപൊളിയാണ്. വിജയൻ തന്നെയാണ്. കിടിലം പൊളി പടം. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. കിടിലം പടം കേട്ടോ, കൺഫേം ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. നിവിൻ പോളി കിടിലം, ഒരു രക്ഷയില്ല. എല്ലാവരും കൺഫേം ആയിട്ട് കിടിലോ. നല്ല പടം. നല്ല സിനിമയാണ്, കൊള്ളാം. എല്ലാ എലമെന്റ്സും ഉണ്ട്. ആക്ച്വലി കോമഡി ആണെങ്കിലും എല്ലാം ഉണ്ട്. നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരുടെയും അടിപൊളി. ഹൃദയം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. കുറച്ചുണ്ടെന്ന് പറയുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. നന്നായിരുന്നു തോന്നുന്നു. നിവിൻ പോളി അടിപൊളി. ഇല്ല ഫീൽ ഗുഡ് മൂവിയാണ്. നെഗറ്റീവ് അടിക്കില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം. പ്രണവിൻ്റെ ആക്ടിങ് വളരെ മനോഹരമാണ്. ധ്യാൻ്റെ ആക്ടിങ് വളരെ മനോഹരമാണ്. ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ബിഗ് കംബാക്ക് ഓഫ് നിവിൻ പോളി. നിവിൻ പോളി തകർത്ത് താണ്ടവാടിയൊക്കെയാണ്. നിവിൻ പോളിയുടെ ഒരു മരണമാസ് ഐറ്റമാണ് ഇതിനകത്തുള്ളത്. കുറേ ഡയലോഗ് പറയേണ്ട. ഇത് എന്തായാലും എല്ലാവരും അത് കാണണം. നിവിൻ പോളിയുടെ സെക്ഷൻ മാത്രം കാണാൻ വേണ്ടിയാലും ഇത് വന്നാൽ അത്ര ബ്യൂട്ടിഫുള്ളാണ്. നന്നായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണണമെന്ന് മാത്രമേ പറയുള്ളൂ. കൊള്ളായിരുന്നു, അടിപൊളി പടമായിരുന്നു. എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ പ്രണവിൻ്റെയും ധ്യാനിൻ്റെയും പെർഫോമൻസ് തന്നെയാണ്. പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. നമ്മളെപ്പോലെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അടിപൊളി പടം.